escape pod 挂留水的位置的 exit. Look out. ക്യൂൺസ്റ്റൗൺ അതിമനോഹരമായ സ്ഥലമാണ്. കണ്ടല്ലോ, ഇവിടെ എല്ലാം മലനിരകൾ, മൊട്ടക്കുന്നുകൾ, നല്ല പച്ചപ്പ് എല്ലാം ഉണ്ട്. ഇവിടെ പല രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം എഴുതിയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം സ്ഥലമായ ബാങ്കോക്കിലേക്ക് 9614 കിലോമീറ്റർ, ഹോങ്കോങ് 9297, ടോക്കിയോ 9057. എൻ്റെ സ്ഥലം 15000. അതെ, ഇദ്ദേഹത്തിൻ്റെ സ്ഥലം 15000. അതെവിടെ? ന്യൂയോർക്ക്. ന്യൂയോർക്ക്. സ്റ്റാൻലി ന്യൂയോർക്ക് ആയതുകൊണ്ട് ഇവിടെ 15000 കിലോമീറ്റർ. നമ്മുടെ കൊച്ചിയിലേക്കുള്ള ദൂരം എഴുതിയിട്ടില്ല, പാവപ്പെട്ട സ്ഥലങ്ങളൊന്നും എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ സിംഗപ്പൂർ പോകുന്ന വഴിക്കുള്ള സിംഗപ്പൂർ 8161. ലണ്ടൻ മോളവിടെ പഠിക്കുന്നുണ്ട്, അതോടെ നോക്കിയേക്കാം. 18939. നമ്മുടെ കൂടെയുള്ള ഒരാളുടെ ലഗേജ് പെട്ടി എന്തോ പൊട്ടിപ്പോയി. ഇവർ ഈ എയർക്രാഫ്റ്റിൽ എടുത്തെറിയുമ്പോൾ സംഭവിക്കുന്നതാണല്ലോ, അതുകൊണ്ട് കക്ഷി അത് പരാതിപ്പെടാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ലഞ്ച് കഴിക്കാനാണ്. ലഞ്ച് കഴിച്ചിട്ട് അവിടെ നിന്നും സിറ്റിയുടെ കാഴ്ചകളിലേക്ക് പോകും. ലഞ്ച് ഇന്നിപ്പോൾ ഒരു തായ് റെസ്റ്റോറൻറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. Welcome to New Zealand. Oh, thank you. Shukriya. But anyway, that's all I know in Vietnam. Yes. But anyway, I want to share with you my country. This land we call New Zealand. Maori name was Aotearoa. Aotearoa, land of the long white cloud. To the Cook Islander, Rarotongan, Samoa, all related. Pacific Island. We are Pacific Island. Yeah. Maori. Yeah. But the first Maori to come here, his famous chief called Kupe. Land North Island. North. Western food, you know, English. Pig and whistle. Steakhouse, yeah. Starbucks there, you know, coffee, Starbucks. That's the mall there, Queenstown Mall. There we go. So I turn right here. Okay. And close. അങ്ങനെ നമ്മൾ ആഹാരം കഴിക്കാൻ പോവാണ്. ഇതൊരു ഷോപ്പിംഗ് ഏരിയയാണ്. ഇതുവഴിയാണ് നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. റെസ്റ്റോറൻറ്റിൽ ചെന്ന് എല്ലാവരും ആക്രമിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എടുക്കേണ്ടതാണ്. ഇവിടെ ടൗണിൻ്റെ നടുക്കെല്ലാം നമുക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഒരു സ്വിറ്റ്സർലൻഡിലെ ചില സ്ഥലങ്ങൾ ഓർപ്പിക്കുന്ന ഒരു സിറ്റിയാണിത്. ഇവിടെ നമ്മൾ ക്രോസ് ചെയ്യുന്നു, മായി തായിലേക്ക് നടക്കുകയാണ്. ഇവിടെ എല്ലാം ഷോപ്പിംഗ് ഏരിയ ആണ്. താം നാക് തായ്, മറ്റൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ കാണാം. ഇവിടെ ഒരു ഗംഭീര പാർക്ക്, അവിടെ ഇരുന്ന ആൾക്കാരൊക്കെ ആഹാരം കഴിക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു മൂലയിലിരുന്ന ഒരാൾ പാടുന്നുണ്ട്. ബാക്കിൽ ഗംഭീരമായ മലനിരകളും ലേക്കും. പാട്ട് തീർന്നപ്പോൾ കൈയടിക്കുന്നു. വളരെ ഉല്ലാസഭരിതരായ ജനതയാണ്. ഇടയ്ക്ക് ചില പക്ഷികളും മറ്റും പറക്കുന്നുമുണ്ട്. ഇന്ത്യക്കാർ ധാരാളമായിട്ട് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇടയ്ക്ക് എല്ലാ ഇന്ത്യക്കാരെ കാണാം. അധികവും പഞ്ചാബീസും അതുപോലെ ഗുജറാത്തികളും ഒക്കെയാണ്.
Thank you so much. Better over. Can't believe you let me down. Well, the proof is where. Can't believe. ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കുന്നത് മൈ തായ് ലോഞ്ച്. ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് സൈഡിലുണ്ട്, ദ താജ് ബോട്ടിക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അതിൻ്റെ താഴെ ബോംബെ, രണ്ടെണ്ണം ഉണ്ട്, ബോംബെ പാലസ്. ഇത്ര യാത്രകളൊക്കെ പൊതുവേ ഇന്ത്യൻ ഫുഡ് കഴിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ ഇവർ തരുന്നത് സായിപ്പന്മാർക്ക് പറ്റുന്ന രീതിയിലുള്ള വളരെ എന്താ പറയുക, വളരെ മൈൽഡായിട്ട്, അതായത് ഒട്ടും സ്പൈസി ഒന്നും അല്ലാതെ ആയിരിക്കും തരുന്നത്. നമുക്കത് തീരെ ഇഷ്ടപ്പെടില്ല. നമുക്കതിൽ തായ് അടിക്കാം. നമുക്ക് വേണ്ടി ക്ലോസ്ഡ് ആക്കിയിരിക്കാൻ തോന്നുന്നുണ്ടോ. നമ്മളിപ്പോൾ കഴിക്കാൻ കയറിയപ്പോൾ 2 പേര് നമ്മളെ കാണാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് വന്നു. അത് പാർവതി, അടുത്തോടെ പാർവതി നാണിച്ചേക്കല്ലേ, രഞ്ജു പാർവതി 2 പേരും ഇവിടെ 10, 12, 18 വർഷമായി. ഇല്ല, രഞ്ജു 18 വർഷം, പാർവതി 12 വർഷമായിട്ട് ഇവിടെ ഉണ്ട്, ക്യൂൻസ് ടൗണിൽ. അപ്പോൾ എവിടെ നാട് തിരുവനന്തപുരം അല്ലേ? ആറ്റിങ്ങൽ. 2 പേരും തിരുവനന്തപുരത്താണ്. ശരി. അപ്പം രഞ്ജു ഇവിടെ ആദ്യം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് വന്നു. പാർവതി ഏവിയേഷനിലും അല്ലേ? അപ്പോൾ ഇവിടെ മറ്റൊരു കാഴ്ചയുള്ളത് രഞ്ജുവിൻ്റെ ഈ ഒരു വണ്ടിയാണ്. ഇതിലെ മറ്റൊരു പ്രത്യേകത, അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടോ, രഞ്ജു എന്ന് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ബൈജു എന്നൊക്കെ നമ്പർ പ്ലേറ്റ് വെച്ചാൽ അങ്ങനെ ഇരിക്കും, അതുപോലെ ഉണ്ട്. ഇത് കാര്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഓഫ് റോഡൊക്കെ പോകുന്ന ആളാണോ? ആണല്ലേ? എവിടെ നമ്മൾ ഈ ഗ്രൂപ്പ് ടൂറിൽ എവിടെ സമയം? അപ്പോൾ ഇവിടെ എന്ത് മോഡിഫൈ ചെയ്യാമോ? അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. ഇവിടുത്തെ എല്ലാം ഫുൾ മോഡിഫിക്കേഷൻ. ഇവിടെ എന്ത് മോഡിഫിക്കേഷൻ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമില്ല. നാട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, ഒന്നും പറ്റില്ല. MVD പൊക്കൊണ്ട് പോകും, പൊക്കൊണ്ട് പോകും. അപ്പോൾ ഇത് ഈ സൈഡൊക്കെ ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണല്ലേ? ഈ ഒരു ക്ലാഡിംഗ് എല്ലാം പോകുമ്പോഴത്തേക്ക് സ്ക്രാച്ച് വരാതിരിക്കാനുള്ള. ഓക്കെ. ഇത് സ്റ്റിക്കറാണ്, ഇതാണ് 3mm ടേപ്പാണ്. ഇപ്പോൾ 3mm ടേപ്പിൽ ചെയ്തിരിക്കുകയാണ്. നാട്ടിൽ ആരും തുടങ്ങുകയാണെങ്കിൽ നാട്ടിൽ വെക്കാൻ സമ്മതിക്കില്ല. ഇല്ല, അതൊന്നും സമ്മതിക്കാൻ സാധ്യതയില്ല. 3mm ടേപ്പാണ് അവിടെ. അപ്പം ഇതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അത്രേ ഉള്ളൂ സംഭവം. ആയി കഴിഞ്ഞു. ഓഫ് റോഡിങ്ങിന് പോകുമ്പോഴത്തേക്ക് സ്ക്രാച്ചസ് ഒന്നും പറ്റില്ല. അല്ലാതെ ഊരി എടുക്കാൻ ചെയ്യാം. അയ്യോ, 2 മിനിറ്റ് മതി ഫുൾ ഊരി എടുക്കാം. അതോളാം. മെയിൻലി നമ്മളിപ്പം ഇവിടെ വണ്ടിയിട്ട് പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും ഡോർ ഒന്ന് തുറക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. ഇതൊന്നും അടിച്ചു കഴിഞ്ഞാൽ അതിലിരിക്കത്തുള്ളൂ. അതാണ് മെയിൻ ഒരു ഇത്. അതുകൊണ്ടാണ് ഫ്രണ്ടിലും ഉണ്ട്, പക്ഷേ വെക്കാറില്ല. ഇവിടെ ടയേഴ്സും മാറ്റിയിട്ടുണ്ടല്ലേ? ടയേഴ്സ് ഫുള്ള് മാറ്റി. ഇവിടെ സ്നോ മൗണ്ടൻസിലൊക്കെ പോകാറുണ്ടോ? പിന്നെ സ്കീങ്ങിന് പോകാറുണ്ട്. എല്ലാ സംഭവം ഉണ്ട്. ഇത് ടെൻ്റാണ്. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന വലിയ ടെൻ്റാണ്. ഇത് വലിച്ച് നീക്കി കഴിഞ്ഞാൽ ഇത് ഈ സാധനം ഇല്ലേ, LED ലൈറ്റ്, ഇതൊക്കെ വെച്ചാൽ അപ്പം തന്നെ കൊണ്ടുപോകും. കേരളത്തിൽ ഒന്നുമില്ല, ഇത് ഒന്നും പറ്റില്ല അവിടെ. ഇത് സ്റ്റഡി ലൈറ്റ്സ് ആണ്. 2 ഓരോ കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. 1 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഓക്കെ. നമ്പർ പ്ലേറ്റ് അടിപൊളിയായി. അപ്പോൾ ഇത് നമുക്ക് ഹോൾഡ് ചെയ്യല്ലേ നമ്പർ പ്ലേറ്റ് വണ്ടി വിൽക്കുമ്പോഴും? പിന്നെ ഒരു പ്രാവശ്യം കസ്റ്റമേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ആണ്. ഓക്കെ. ഗുഡ്. ഏതായാലും നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ രഞ്ജു ഇവിടെ ഒന്ന് ചെയ്തു വണ്ടിയിൽ അല്ലേ? പിന്നെ അല്ല, ഇത് സ്വപ്നമാണ്. കാരണം ഇതിപ്പോൾ ഇത് 1 കൊല്ലം ആവുന്നുള്ളൂ. ഇപ്പോൾ 15,000 കിലോമീറ്റേഴ്സ് ആവുന്നുള്ളൂ തുടങ്ങി. എല്ലാം കൂടെ വണ്ടി ഇരട്ടി കാശായി. എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം കൂടെ. പാർവതി പഠിക്കോ? ഇത് ഓട്ടോമാറ്റിക് ആണ്. രഞ്ജു ഇവിടെ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്, കുറച്ച് കാലം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് രഞ്ജുവിനോട് നല്ല പരിചയങ്ങളാണ്. ഹോട്ടലിൽ, നമ്മുടെ തായ് റെസ്റ്റോറൻറ്റിൽ. കഴിച്ചോ ഓക്കെ അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ മൂലയിൽ 2 പേര് വേറെ പൊതി കഴിച്ച് കഴിക്കുന്നുണ്ട്. ഇവർ ഓക്ലൻഡ് വെച്ച് ഇവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി ചോറും മീൻകറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം മുടക്കറി, അതേ ദീപിക പത്രത്തിലാണ് പൊതിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം നല്ല കത്തോലിക്കരുടെ വീട്ടിലാണ് പോകുന്നുള്ള അറിയാണ്ട് ഉറപ്പായി അല്ലേ?
ഇവിടെ നമുക്കൊന്നും കിട്ടാത്ത ചില ജ്യൂസൊക്കെ കാണുന്നുണ്ട്. നമുക്കൊന്നും കിട്ടാത്ത ചില ജ്യൂസൊക്കെ ഇവിടെ കാണുന്നുണ്ടെന്ന് പറയായിരുന്നു. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? അടിപൊളിയല്ലേ? ആരോ ടൗൺ അല്ലേ? ആരോ ടൗൺ പണ്ട് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ അവർ കാത്തു സൂക്ഷിച്ചു. ഇതിവിടുത്തെ ആരോ ടൗൺ എന്ന് പറഞ്ഞ ടൗണാണ്. പഴയ ഒരു മിഡീവിയൽ സ്റ്റൈലിൽ തന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു ടൗണാണ്. ഞാനിപ്പോൾ ഗ്രൂപ്പിൻ്റെ കൂടെ വിട്ട് കുറച്ച് നേരം ഇവരുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. രഞ്ജുവിൻ്റെയും പാർവതിയുടെയും കൂടെ. അടുത്തൊരു സ്ഥലത്ത് വെച്ച് ഞാൻ വീണ്ടും ഗ്രൂപ്പിൽ ചേരും. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ ക്യൂൻസ്റ്റൗണിൽ മലയാളികളൊക്കെ എത്ര പേരുണ്ടാവും? 50 ഒരു 10 ഫാമിലി കൂടുതൽ എന്തായാലും കാണില്ലെന്ന് തോന്നുന്നു. എന്ത് ചെയ്യുന്നവരാണ് അധികമൊക്കെ? ടൂറിസം ഉണ്ട്, പിന്നെ കുറച്ച് നഴ്സസ് ഉണ്ട്. ഇവിടെ നിന്ന് അടുത്ത ടൗൺ ഉണ്ട് ക്രോംവെൽ എന്ന്, അവിടെയാണ് നഴ്സിംഗ് ആയിട്ടുള്ള കുറേ മലയാളീസ് ഉണ്ട് അവിടെ. ആണുങ്ങൾ മെയിൽ നഴ്സസും ഫീമെയിൽ നഴ്സസും ഫാമിലി ആയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നഴ്സസ് അങ്ങനെയുള്ള കുറേ പേരുണ്ട് ക്രോംവെൽ. അങ്ങനെയുള്ള നഴ്സിംഗ് ഫീൽഡിലുള്ള കുറേ പേരുണ്ട്. ഹോസ്പിറ്റാലിറ്റി അവിടെ കാരണം ടൂറിസ്റ്റ് ടൗൺ ആയതുകൊണ്ട് മിക്കവാറും എല്ലാം ഹോസ്പിറ്റാലിറ്റി ആൾക്കാരാണ്. സുഖജീവിതം സ്റ്റുഡൻസും ഉണ്ട്. ആണോ? സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ട്. നേരത്തെ കാലം ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെ ഫാമിലിയൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് വരുന്നുണ്ട് മലയാളീസ്. അപ്പോൾ ഈ ക്യൂൻസ്റ്റൗണിൽ നല്ല യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടോ? ഇവിടെ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടില്ല. SIT എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഇങ്ങനെ ഡിപ്ലോമ അങ്ങനെയുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ അതിന് വേണ്ടിയിട്ടാണ് വരുന്ന ആൾക്കാർ. ആരും പിന്നെ തിരിച്ചു പോയ ചരിത്രം ഇല്ലായിരിക്കുമല്ലോ അല്ലേ? ഇല്ല, ഇവിടെ ഇപ്പം കുറച്ചുകൂടെ ടഫ് ആവുന്നുണ്ട് ഇപ്പം കാര്യങ്ങൾ. പണ്ടത്തെ പോലെയല്ല. നമ്മൾ പഠിക്കാൻ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഇവിടെ ജോലി നല്ലൊരു മാനേജർ പൊസിഷൻ കിട്ടുകയാണെങ്കിൽ PR കിട്ടാനും അത് സെറ്റിൽ ചെയ്യാൻ. ഇപ്പം പക്ഷേ അവർ കുറച്ചുകൂടെ ടഫർ ആക്കിയതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കറക്റ്റ് പണ്ട് നമ്മൾ പഠിച്ച സബ്ജക്റ്റിൽ തന്നെ ജോലി ചെയ്യണമെന്നില്ല. ഇപ്പം പഠിച്ച ഇത് തന്നെ നമ്മൾ ആ ഫീൽഡിൽ തന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ വർക്ക് വിസ കിട്ടാനും PR കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ് രഞ്ജുവും പാർവതിയും പോവാണ്. അപ്പോൾ സീ യു, താങ്ക് യു. ബൈ. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് ഗൊണ്ടോള, അതായത് കേബിൾ കാറിൽ ഒരു മലയുടെ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഗൊണ്ടോള എല്ലാം റെഡിയായി വരുന്നുണ്ട്. ഇതിന് മുകളിൽ മൗണ്ടൻ ബൈക്കിങ്ങിന് പോകുന്നവരാണ് ഇങ്ങനെ സൈക്കിളൂടെ കൊണ്ടുപോകുന്നത്. അവിടെ ഒരു ഓഫ് റോഡ് ട്രാക്കുണ്ട് മുകളിൽ, അവിടെ ചവിട്ടാൻ വേണ്ടിയുള്ള സൈക്കിളുകളാണ്. ന്യൂസിലൻഡുകാരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സൈക്കിള്. അപ്പോൾ നമ്മളങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ 50,000-ാമത്തെ കൊണ്ടോളയിലെ മറ്റാ കയറുന്നത്. ഏത് രാജ്യത്ത് വന്നാലും ഈ സാധനം ഉണ്ടല്ലോ. പണ്ടൊക്കെ ആണോ? അത് ആദ്യമായിട്ട് കൊണ്ടോള പോകുന്നൊരു മനുഷ്യനെ കണ്ടോളുക. ആണോ? ഇതിന് എക്സൈറ്റ്മെന്റ് കാണുന്നില്ലല്ലോ. ഇങ്ങനെ ഞങ്ങളുടെ സ്നോ ക്ലിഫ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ കയറിയിട്ടില്ല.
മൈ ഗോഡ്. like that. നമ്മളുണ്ടല്ലോ നമ്മൾ അസർബൈജാനിൽ കയറാൻ ഓർമ്മയുണ്ടോ? ഇതിന് വരെ ഇതൊന്നും ഇല്ല, 2 ബെഞ്ചാ, കവേർഡും. പോക്കനോസിലുള്ള ക്ലിഫ്സിനകത്ത് നമ്മൾ കയറുമ്പോൾ ഏതൊരു -30 ആയിരിക്കും സ്നോഫോളും. ക്ലാസ് ക്ലിയർ ആണ്. അതിമനോഹരമായ ദൃശ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പഴയ കൊണ്ടോളയാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഒരു ആട് മനോഹരമായ ക്യൂൻസ് ടൗണിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലേക്കിൻ്റെ വ്യൂ, അതിൻ്റെ ചുറ്റുമുള്ള നഗരത്തിൻ്റെ വ്യൂ, ഇതെല്ലാം നമ്മൾ ഈ കാണുന്ന മലനിരകളെല്ലാം തന്നെ സ്നോഫോൾ വരുമ്പോഴത്തേക്കും ഫുൾ വെള്ളനിറത്തിലാവും. അതിമനോഹരമായ കാഴ്ചയായിരിക്കും. അപ്പോൾ ഇപ്പോഴും മോശമൊന്നുമല്ല. സ്വന്തം രാജ്യം എങ്ങനെ സുന്ദരമാക്കി നിലനിർത്തണമെന്ന് ഇവർക്കറിയാം. ശരിക്കും ആരോടാണ് ഇത് ഭംഗിയല്ലേ. അവിടെ ലോകത്തിലെ 2 വമ്പൻ സൈക്ലിംഗ് മത്സരം ഉണ്ട് നടക്കുക ഇന്ന് നാളെ. അത് അവിടെ മുഴുവൻ എത്ര ആള്. അങ്ങനെ നമ്മൾ മലമുകളിലെത്തിയിരിക്കുകയാണ്. എല്ലാവരും കൊണ്ടുവരോ? ഒരു മിനിറ്റ്. എല്ലാം കിട്ടി, എനിക്കെല്ലാം കിട്ടി. വരുന്നു. അതിമനോഹരമായ കാഴ്ച. ലക്കിയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്. താഴേക്ക് വരുമ്പോൾ അതിമനോഹരമായ വ്യൂ ഓഫ് ക്യൂൻസ് ടൗൺ. ഇവിടെ നിന്ന് താഴെ കാണുന്ന ഈ ഒരു ഗണ്ടോള, ഈ ഓപ്പൺ ഗണ്ടോള എന്ന് പറയുന്നത് മുകളിലെ ആ ട്രാക്കിലേക്കുള്ളതാണ്. ഏറ്റവും മുകളിലെ ട്രാക്കിലേക്ക് പോകാൻ വേണ്ടി ആ ഗണ്ടോള ഉപയോഗിക്കാം. ഒരു ഡ്രോൺ ഉപയോഗിക്കണമെങ്കിൽ റിട്ടേൺ പെർമിഷൻ വാങ്ങിക്കണം എന്ന് എഴുതിയിരിക്കുന്നത്. ആ കാണുന്ന മലനിരകൾ മുഴുവൻ മഞ്ഞാകും വിൻ്ററിൽ. അപ്പം മറ്റൊരു ഭംഗിയുള്ള വ്യൂ ആയിരിക്കും. ഇപ്പോഴും ഭംഗിയുള്ള വ്യൂ ആണ്, പക്ഷേ മഞ്ഞിന് മറ്റൊരു ഭംഗിയുണ്ടല്ലോ. എന്തായാലും ന്യൂസിലൻഡിലെ ഏറ്റവും മനോഹരമായ സ്ഥലമായിട്ട് ഇവിടെ ജീവിക്കുന്നവർ പറയുന്നത് ക്യൂൻസ് ടൗണിനാണ്. അതിൽ യാതൊരു സംശയവുമില്ല. താഴെ കുട്ടികൾക്ക് കളിക്കാൻ കാറൊക്കെ ഉണ്ട്. ഒരു 180 ഡിഗ്രി വ്യൂ നോക്കുകയാണ് ഇവിടെ. ഇനി നമുക്ക് വീണ്ടും മുകളിലത്തെ ഒരു ലെവലും കൂടെ ഉണ്ട്, അങ്ങോട്ട് പോകാം. എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടാണ് പോയത്, അതങ്ങോട്ട് കേട്ടെ. അതിൻ്റെ തല വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാവുന്നതാണ്. ടിപ്പ് ടോപ്പ് ഐസ്ക്രീം. നല്ല തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ ഐസ്ക്രീം കഴിക്കാൻ രസമായിരിക്കും. വന്നതിന് ശേഷം ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. മിസ്റ്റർ സാജൻ, ഈ മുന്നിൽ പോകുന്നയാൾ കൊല്ലംകാർക്കൊക്കെ സുപരിതനായ മനുഷ്യനായിരിക്കും. സാജൻ വൈദ്യൻ എന്നാണ്, വൈദ്യർ അല്ലേ, വൈദ്യ ഹോംസ് എന്നുള്ള പേരിൽ അപ്പാർട്ട്മെൻറ്റ്സും വില്ലകളും ഒക്കെ നിർമ്മിക്കുന്നൊരു കമ്പനിയാണ്. ഈ പരസ്യത്തിന് പൈസ തരണേ. ആ, അപ്പോൾ ഇനി വീഡിയോ കണ്ടിട്ട് ആര് വില്ല വാങ്ങിച്ചാലും കമ്മീഷൻ തരും അല്ലേ? 5% ഉണ്ട്. ഉണ്ട്. കച്ചവടം നടന്നു ആണല്ലേ? 5 തരുന്നു. ഓക്കെ, ഞാനാണല്ലോ നല്ല പൈസ വാങ്ങിക്കുന്ന വീഡിയോ വരാനേ. അത് ഞാൻ സൗജന്യമായിട്ട് ചെയ്ത് തന്നില്ലേ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മളിനി അടുത്ത ലെവലിലേക്ക് പോകുന്നു. എൻ്റെ പോയി ശ്വാസമൊന്നും കിട്ടുന്നില്ലല്ലോ. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ കാണുന്ന ദൃശ്യം ഇതാണ്. ഈ ഒരു റെസ്റ്റോറൻ്റ് അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ച. ഈ റെസ്റ്റോറൻറ്റിലാണ് നമുക്കിന്ന് വൈകിട്ട് ഡിന്നർ പറഞ്ഞിരിക്കുന്നത്.
ഡിന്നർ എന്ന് പറഞ്ഞാൽ 6 മണിക്കാണ് ഡിന്നർ. ഇവിടെയൊക്കെ ഇത്തിരി നേരത്തെ ആഹാരം കഴിച്ച് പോകുന്നവരാണ് അധികം ഉള്ളത്. ഒരു ഗോകാട്ടിങ് ഉണ്ട്, അതിൻ്റെ ട്രാക്കാണ്. കുട്ടിയൊക്കെ ഉണ്ടോ ഇവിടെ? ഇവിടെ ഭംഗിയുള്ളൊരു സ്ഥലം. ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്, പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട്. പടമൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അല്ല, അയ്യോ മല നിൽക്കുന്നുണ്ടോ? മല കണ്ടോ? മല കണ്ടോന്ന് ചോദിച്ചാൽ സായിബന്മാരും അലവന്മാരാണ് മനസ്സിലായത്. Move fast. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഈ നീല നിറമുള്ള ലേക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും, നമ്മുടെ ലണ്ടൻ ഡ്രൈവ് ചെയ്ത് പോയ സമയത്ത് നമ്മൾ ടിബറ്റിൽ കൂടെ പോയപ്പോൾ ടിബറ്റിലുള്ള ചില ലേക്കുകളുടെയൊക്കെ നിറം ഇതായിരുന്നു. ഹലോ മിസ്റ്റർ ബെന്നി. അടിപൊളി സീനാണ്. ആണല്ലേ? ഇവിടെ വരണം, ഹൈറ്റ് വരണം. Why can't we be friends? Why can't we be friends? We can. Why can't we be friends? Why can't we be friends? Why can't we be friends? ഈ കണ്ടുള്ള ഇവിടം വരെയാണുള്ളത്. ഇവിടെ നിന്നാണ് ട്രാക്ക് ആരംഭിക്കുന്നത്. അതുവഴി അങ്ങനെ പോയി ഇങ്ങനെ പോയി അവളവ് തിരിഞ്ഞ്
ഇതുവഴി അങ്ങനെയാണ് താഴേക്ക് വരും. ഇവിടെ നമ്മൾ വീണ്ടും വ്യൂ വളരെ ഉയരത്തിൽ നിന്നാവുന്നു. ഇതാ ഒരു വലിയ സംഘം പുറപ്പെടുകയാണ്, ചെറുപ്പക്കാരുടെ സംഘം. ഡയലോഗ് നിൽക്കാണല്ലോ, പോകുന്നില്ലല്ലോ. Come on guys. Strike it. Strike it. Do it! Nothing like pretending to go. വീണ്ടും വിളർത്തിയാളെ വീണു. വിന്നറാണ് അല്ലേ? അടിപൊളി. വിശപ്പായില്ലെന്നേ ഉള്ളൂ. അതെ. പ്രോൺസ്, കൊഞ്ച്, വലിയ ഇഞ്ചി പ്രോൺസ്, സലാഡ്സ്, ഇഷ്ടംപോലെ സലാഡ്. Spicy sauce. We take it Tabasco. I'll take it back. ഒരു ഗംഭീരമായ വ്യൂ ആണ് കണ്ടല്ലോ. സ്ഥലങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ലേക്ക് ബക്കാത്തിപ്പൂ ആണ് മുന്നിൽ കണ്ട ലേക്ക്. ക്യൂംസ്റ്റോൺ ബേ, ക്യൂംസ്റ്റോൺ ഗാർഡൻസ്, ക്യൂംസ്റ്റോൺ ഗോൾഫ് ക്ലബ് ഇതൊക്കെയാണ് ഈ കാണുന്നത്. പക്ഷെ എന്തൊരു ഭംഗിയുള്ള സ്ഥലം, എൻ്റെ അമ്മോ, സഹിക്കാൻ പറ്റാത്ത ഭംഗി.
അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഇതാ ക്യൂൻസ്റ്റൗണിലേക്കുള്ള മടക്കയാത്രയിലാണ്, ഗണ്ടോളയിലാണ്. ചില സ്പീഡ് കൂടുതലല്ലേ? പക്ഷെ എന്നൊരു സംശയം, ഇത്തിരി സ്പീഡ് കൂടി പോയില്ല. ഇന്റർകോണ്ടിനെന്റൽ ഹോട്ടൽസ്. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിച്ച് നമ്മൾ ഇതാ കേബിൾ കാർ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഹോട്ടലിലേക്ക് പോകുന്നു. അപ്പോൾ കമൻറ്റ് ഓഫ് ദ വീക്ക് എന്നൊരു പരിപാടി നമ്മൾ ആരംഭിച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതായത് നമ്മൾ ചെയ്യുന്ന ഏത് വീഡിയോയുടെയും താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും മികച്ച കമൻറ്റുകൾക്ക് സമ്മാനം കിട്ടുന്നതായിരിക്കും. 2000 രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടുന്നത്. അത് സ്പോൺസർ ചെയ്യുന്ന റോഡ്മേറ്റ് എന്ന ആപ്പാണ്. എന്ത് കാര്യങ്ങളും കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പോസിറ്റീവും നെഗറ്റീവുമായ എന്ത് കാര്യവും കമൻറ്റ് ചെയ്യാം. രസകരമായ കമൻറ്റ് ചെയ്യാം. എന്ത് തരത്തിലും ചെയ്യാം. രസകരമായ കമൻറ്റുകൾക്ക് മാത്രമല്ല സമ്മാനം എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കട്ടെ. വളരെ പോസിറ്റീവായ വിമർശനങ്ങൾ പറയുന്ന കമൻറ്റുകൾക്കും തീർച്ചയായിട്ടും സമ്മാനം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു വാഹനം ഇല്ലെങ്കിൽ പോലും ഉപയോഗിക്കാവുന്ന സമ്മാനങ്ങളാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വാഹനമില്ലാത്തവരും വിഷമിക്കേണ്ട. അതുപോലെ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കും കമൻറ്റ് ചെയ്യാം. അവരുടെ വീട്ടിലേക്ക് ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തരുന്നതായിരിക്കും.